നമസ്കാരം, എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്, എല്ലാം കിഴിക്കത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. ഇന്ന് മത്സരം ഇല്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്താ? ഒരുപാട് കിഴിയുണ്ട്, ഇഷ്ടം പോലെ. അത് മാത്രമല്ല, ഞങ്ങൾ ഈ കിഴി എപ്പിസോഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്ന് ഈ കിഴി എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുള്ളൂ. അതിന് ഞങ്ങൾ കൈവിട്ട കളിയാണ്. അതുകൊണ്ട് തന്നെ വേറൊരു മൂഡിലിരിക്കുകയാണ്. വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? ഇത് ഇനിയിപ്പോ മത്സരം ഒന്നും ഇല്ലെങ്കിലും എപ്പിസോഡ് എപ്പോഴാണ് തീരുക എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാലും തുടങ്ങാൻ പോവാണ്. പലതും കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് വൺ. കട്ട് ചെയ്യണ്ടെന്ന് എല്ലാവരും പറഞ്ഞത്. ഫുൾ ലെങ്ത് കിട്ടേക്ക്. നിങ്ങൾ ഇതിന് എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്നതാണ് ചോദിച്ചത്. അത് ശരിയാണ്, പക്ഷേ ഫിൽറ്ററിങ് മസ്റ്റാണ്. ചില സാധനം കേട്ടില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള വിഗ്രഹം വീണ് ഉടഞ്ഞു പോകുന്ന ഇവനെ കുറിച്ച് അങ്ങനെയാണ്. കുഴപ്പമില്ല. അല്ല, ഉള്ളിലൊരു വിഗ്രഹം ഉണ്ടല്ലോ. നല്ല വിഗ്രഹമാണ്. അതാ പറഞ്ഞ വിഗ്രഹം ഉണ്ടല്ലോ എന്ന്. ഫസ്റ്റ് വൺ, വിടാമുയർച്ചി. ഈ വിഗ്രഹം ഉടഞ്ഞ് നമ്മുടെ അജിത് കുമാർ നായകനായ സിനിമയാണ് വിടാമുയർച്ചി. സിനിമ റിലീസിനെത്തിയത് എന്നായിരുന്നു? 6-ാം തീയതി. 2 ദിവസം കൊണ്ട് 69 കോടി മാത്രം കളക്ഷൻ നേടിയിട്ടുള്ളത് കേട്ടോ. ലൈക്ക പ്രൊഡക്ഷനെ തീർന്നു നിന്ന്. ദൈവമേ, എന്താ പക്ഷെ പ്രതീക്ഷ പോലൊന്നുമില്ലാന്ന്. ലൈക്ക പ്രൊഡക്ഷൻ കൈവച്ച പ്രശ്നമാണ് കേട്ടോ. ദൈവമേ, എൻ്റെ എമ്പുരാനെ കാത്തോളേ. അയ്യോ, ആകെയുള്ളൊരു ടെൻഷൻ അതാണ്. ഞാനിത് പറയാൻ വരികയായിരുന്നു. ഈ കിഴി ഒരു എൽ ക്ലാസിക്കോ മത്സരമാവണം. മത്സരം ഇല്ലെങ്കിലും ഇത് ക്ലാസിക്കോ എന്നുള്ള രീതിയിൽ പോകും. എൽ ക്ലാസിക്കോ അല്ലെങ്കിലും ഓക്കെ. നിങ്ങൾ എടുത്തു വെച്ചോ, കണ്ട മരം തെറി വരാൻ കിഴിയതായിരിക്കും. നിങ്ങൾ എന്തൊരു ഓവറാന്ന് വെച്ചിട്ടില്ലേ? അതാണ്. എന്താണെങ്കിലും റോഷ് റഷീദ് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. ഷെയ്ൻ നിഗവും ചെമ്പൻ വിനോദും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. റിയൽ ബേസ്ഡ് സ്റ്റോറി. അതായത് KCBയും MVDയും തമ്മിലുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഭയങ്കര ആഘോഷിക്കപ്പെട്ട സാധനമാണ്. അതായത് MVD ഇവരുടെ ജീപ്പിന് ഫൈനിട്ടു, KCBൻ്റെ. അതിനുശേഷം ഇവർ വന്നിട്ട് എന്ത് ചെയ്തു? ഫ്യൂസ് ഊരിപ്പോയി. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ട് കൊടുക്കലും വാങ്ങലുമായിരുന്നു. ഇത് ശരിക്കും MVD ആണ്. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലീസ് എന്നുള്ള രീതിയിലാണ്. അത് സിനിമാറ്റിക് രീതിയിലേക്ക് മാറ്റിയപ്പോൾ പോലീസ് ആയാലേ ഒരു പഞ്ച് വരുള്ളൂ എന്നുള്ളത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ അത് കോപ്പിലെ പരിപാടിയാണ്. ഞങ്ങൾ പോലീസുകാർ അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങൾ ഡീസൻ്റ് ആണ്, എക്സ്ട്രാ ഡീസൻറ്റ്. ഒള്ളി ED അല്ല ED, എക്സ്ട്രാ ഡീസൻറ്റ്. ഓക്കെ, അടുത്തത് ഡ്രാഗൺ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ വരും. അതായത് ഫെബ്രുവരി 10-ാം തീയതി 5 മണിക്ക്. പ്രദീപ് രംഗനാഥൻ നായകനാവുന്ന സിനിമയാണ് കേട്ടോ. നായിക നമ്മുടെ അനുപമ പരമേശ്വരൻ. പിന്നെ നമ്മുടെ അവിടെ ഏതാ നമ്മുടെ ഗോകുലം മൂവീസ് ചെയ്ത വിനയം ചെയ്ത 19-ാം നൂറ്റാണ്ട് അതിലെ നായിക ആളുകളുണ്ട്. കായൽ അങ്ങനെ എന്തൊരു പേരാണ്. അതാണ് അത്ര നേരം ഇങ്ങനെയൊക്കെ കാണിച്ചു ഉദ്ദേശിച്ചത്. പൈറ്റാണ് കാണിച്ചത്. നമുക്ക് നല്ല രസമുണ്ട്. അടുത്തത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. ഞാൻ അമേരിക്ക എന്നൊക്കെ പറയാൻ പോയിരുന്നു. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഏപ്രിൽ 17-നാണ് സിനിമ റിലീസിനെത്തുന്നത്. ഗോളത്തില് നമ്മുടെ നായകന്റെ പേര് എന്തായിരുന്നു? സജീവ്. എന്ത് സജീവായിരുന്നു? എന്തോ സജീവായിരുന്നു, മറന്നുപോയി ആളും. പിന്നെ നമ്മുടെ ജോണി ആന്റണി പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. ഓക്കെ, 17-ാം തീയതി. ഏപ്രിൽ 17-ന്. ഓക്കെ, പിന്നെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഏപ്രിൽ മാസത്തെ റിലീസിന്റെ അല്ലേ? അതെ, ഇഷ്ടംപോലെ സിനിമകളുണ്ട്. എണ്ണം കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അടുത്ത കിഴി ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചാക്കോച്ചൻ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരുന്നുണ്ട് ഇന്ന്. ഓക്കെ, ടൈം ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ, എപ്പോഴാണെന്ന് അറിയില്ല. പ്രതീക്ഷയുള്ള സിനിമയാണ്. എന്തായാലും നോക്കാം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സിനിമയുടെ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. നിഹാൽ അന്തിക്കുരുടനാകുന്നു. അപ്പൊ ഉറപ്പാ കള്ളൻ. രാത്രി മാത്രം കണ്ണു കാണുള്ളൂ. എന്തായാലും കൊള്ളാം. അതെ, കുരുടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പൊ കള്ളൻ അല്ലേ? ആളാണെങ്കിൽ ഞെട്ടിക്കും. അല്ല, അതല്ലേ ഈ പോസ്റ്ററിൽ നിന്ന് വ്യക്തമാകുന്നതല്ലേ? അതായത് താക്കോലിന്റെ ആ ദൂരം അതിന്റെ ഉള്ളിലൂടെ നോക്കുന്ന. പിന്നെ ഇരുട്ടിന്റെ സന്തതിയാണ്. ഇരുട്ടിന്റെ എന്തോ ആണ്. ഓക്കെ, അടുത്ത കിഴി കൂലി.
മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് കൂലി സിനിമയുടെ ചെന്നൈ ഷെഡ്യൂൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 ആഴ്ച കൊണ്ട് നമ്മുടെ രജനീകാന്തിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ മാർച്ചോടെ സിനിമ കംപ്ലീറ്റ് ആവും, ഫുൾ ഷൂട്ട് കഴിയും. ഓക്കെ, അടുത്ത പരിപാടി അത് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അല്ലേ, ലോകേഷ് എന്തൊക്കെ ചെയ്യാൻ പോകുന്നുള്ള കണ്ടറിയാം. അടുത്തത് ബോളിവുഡിൽ നിന്ന് ആമിർ ഖാനെ വരെ ഇറക്കിയിട്ടുണ്ട്. ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ടീസർ ഫെബ്രുവരി 14 വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് വിടാമുയർച്ചി പോയതേ ഇവിടെ പിടിക്കും പിന്നല്ല, ഉറപ്പാ. ഓക്കെ, അടുത്ത കിഴി ടോക്സിക് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഇത് പാൻ വേൾഡ് സിനിമയായിരിക്കും എന്ന് കൺഫേം ആയിട്ടുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇംഗ്ലീഷിലും കന്നഡയിലുമായിട്ടാണ് സിനിമ ഷൂട്ട് നടക്കുന്നത്, ലാംഗ്വേജ്. എന്നാൽ അതിന് ശേഷം ഇത് ഡബ് ചെയ്യും ഇൻ്റർനാഷണൽ ഒരുപാട് ലാംഗ്വേജിൽ ഇത് ഡബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ പല ലാംഗ്വേജിലും ഇത് ഡബ് ചെയ്യും. എന്താണെങ്കിലും സിനിമ ഇൻ്റർനാഷണൽ ലെവലിലായിരിക്കും പുറത്തു വരാൻ പോകുന്നത്. അതെ, അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അടുത്തത് ഗീതു മോഹൻദാസിൻ്റെ ഒരു പാർവതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. നിലാവുക്ക് എന്മേൽ എന്നടി കോപം. അത് തന്നെ ആയിരിക്കും പാർവതി ചിന്തിക്കുന്നത്. ഞാനാണെങ്കിൽ മറ്റേ സാധനം നേരത്തെ പറഞ്ഞ വീഡിയോ ഇല്ലേ, അതിന്റെ എഫക്റ്റിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോൾ ഒരാൾ അതേ തന്നെ തൂങ്ങി കിടക്കും. അതിൽ നിന്ന് ഇങ്ങോട്ട് കയറി വാടേ. അത് നല്ല വൈബല്ലേ, നല്ല വൈബൊക്കെ തന്നെ. പക്ഷെ അത് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വൈബ് മാറിയിട്ട് ഒരു പോക്കുണ്ടാവും. അതോർത്തിട്ട അത് സാരല്ല, കുറച്ച് ഓറാന്നല്ലേ കമന്റ് വരുള്ളൂ. കുറച്ചോ മൊത്തം എന്താണെങ്കിലും നിലാവുക്ക് എന്മേൽ എന്നടി കോപം സിനിമയുടെ ട്രെയിലർ വരുന്നു ഫെബ്രുവരി 10. അതായത് ഇത് സിനിമ ഞാൻ പാർവതി അയച്ച മെസ്സേജാണ് ഗീതു മോഹൻദാസിന്. അതല്ല ഇത്, സോറി അറിയാം. അതല്ല, ഇനി അത് തിരിച്ചാണ് മെസ്സേജ് അയച്ച് ഇയാള് നിർത്തിയിട്ടില്ല. അതേ തന്നെയാണോ ഗീതു മോഹൻദാസ് പാർവതിക്കാണോ അയച്ചത്? ഓക്കെ, അടുത്ത കിഴി ഡീസൻ്റ് ആകാൻ പോണേ. VD 12 നമ്മുടെ വിജയ് ദേവാരകൊണ്ടയുടെ 12ാമത്തെ സിനിമയുടെ ഒഫീഷ്യൽ ടൈറ്റിൽ ടീസർ വരുന്നുണ്ട്. അതിന് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് തെലുങ്കിൽ നിന്ന് NTR, ജൂനിയർ NTR, തമിഴിൽ നിന്ന് നമ്മുടെ സൂര്യ, പിന്നെ ബോളിവുഡിൽ നിന്ന് ഹിന്ദിയിൽ നിന്ന് രൺബീർ കപൂർ. ഹൃതിക് റോഷൻ കിട്ടിയില്ലേ? കാരണം ഇരിപ്പ് വശം വെച്ചിട്ട് അവരാണല്ലോ ഇപ്പോൾ ഒരുമിച്ച് സിനിമ ചെയ്യുന്നതുകൊണ്ട്. ശരി, NTRന്റെ അല്ല അയ്യടാ, അത് പാളിപ്പോയതോടെ അറിയോ, NTR ആണല്ലോ തെളിവ് ചെയ്യുന്നത്. STR 49 സായി പല്ലവി. അത് നിനക്ക് തന്നെ കിട്ടുള്ളത് എനിക്ക് അറിയാം. ഒഫീഷ്യലൊന്നല്ലേ, സാധ്യത. അങ്ങനെ പലതും ഉറപ്പിച്ചിട്ട് വഴുതി പോയിട്ടുണ്ട്. എന്തായാലും അത് ഗംഭീരമായിരിക്കും അങ്ങനെ കാസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ. കാരണം ഈ ക്യാരക്ടർ, അതായത് STR ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ്, അത് മോസ്റ്റ് വാൻഡ് സ്റ്റുഡൻറ്റ്. ചിന്തിക്കണം, അതായത് ടെക്സ്റ്റ് ബുക്കിൽ വലിയ കൊടുവാളും കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിലൊരു ടീച്ചറായിട്ട് മലറായിട്ട് നമ്മുടെ സായി പല്ലവി വന്നാൽ സൂപ്പറാവില്ലേ? യൂണിവേഴ്സ് ഓണായി. ഒരുത്തനങ്ങ് ഇവിടെ ആലോചിക്കാൻ വയ്യ. നിനക്ക് എന്ന് മുതലാടാ സായി പല്ലവിയോട് ഇഷ്ടം തോന്നിയത്? മലറ അത് അതിന് ശേഷമാണോ? ആണല്ലേ. ഓക്കെ, അടുത്ത കിഴി ജയിലർ 2. നിനക്ക് വേണമെങ്കിൽ ആ ചോദ്യം എന്നോട് തിരിച്ചു ചോദിക്കാം. തമന്നയോട് മുതലാണ് ഇഷ്ടം തോന്നിയത്? അല്ലല്ല, അന്നൊന്നും എനിക്ക് ഇഷ്ടമല്ലടാ. ആയനും അല്ല, ആയനൊക്കെ ഫുള്ള് അന്നാണ് തമനെ വെറുത്തു പോയത്. വേറെ അതിലുണ്ട് എയറൊക്കെ പിടിച്ചു വരില്ലേ, ഞാൻ വാരിയറാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട്. അത് ഭയങ്കര ബോറാണ്, മിസ്കാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചോദിക്കുക എന്നാലേ ചോദിച്ചത് എന്ന് മുതലാണെന്ന്. എനിക്കറിഞ്ഞൂടാ, എന്നോ ഒരു ഇഷ്ടം കയറി തുടങ്ങി. എനിക്ക് തോന്നുന്നു തമ്മന്നെ ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത് മുതലാണെന്ന് തോന്നുന്നു. എന്നോട് ക്രഷ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചത്. അതൊന്നുമല്ല, കാവാലയ്യ സോങ് കണ്ടപ്പോ മുതലാണ് ഈ ഒരു ശുഷ്കാന്തി കേറിയെന്ന് എനിക്കൊരു സംശയം. എനിക്ക് തോന്നുന്നു ഹാപ്പി ഡേയ്സിലോ അതിലാണെന്ന് തോന്നുന്നു. പിന്നീട് അത് എവിടേക്കോ വിട്ടുപോയിണ്ടായിരുന്നു. പിന്നെ ആള് ഈ വേറൊരു
ഒരു ഘട്ടം മറികടന്നിട്ട് ഇപ്പോൾ ഒരു ലെവലുണ്ടല്ലോ, ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു ഇഷ്ടം തോന്നി. അപ്പോഴേക്കൊരു തെണ്ടി വന്നു വിജയ് വർമ്മ. എന്തായാലും ജയിലർ 2 സിനിമയുടെ വിജയ് വർമ്മ ജയിലർ 2 സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ലൊക്കേഷൻ ഹണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു ലൊക്കേഷൻ നമ്മുടെ കോഴിക്കോടായിരിക്കും എന്നുള്ള റൂമറുണ്ട്. കോഴിക്കോട് ഏതോ ഒരു പഴയ എന്താ പറയാ ഒരു ഫാക്ടറിയും പിന്നെ കോഴിക്കോട് ബീച്ചും അന്ന് ബീച്ച് തിരിഞ്ഞു നോക്കേണ്ടി വരും. മാത്രല്ല അവരും നോക്കണ്ട, അന്ന് ശരിക്കും അറിയുന്ന അവിടെ ബീച്ചിന്റെ അവസ്ഥ എന്തായിരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ പറയുക, ആദ്യം കാല് ചവിട്ടുന്ന സമയത്ത് അതേ ഞാനിവിടെ ജോലിക്കായിട്ട് വന്നതാണ്, ജോലി ശരിയായില്ല, തിരിച്ചു പോകാൻ പൈസ ഇല്ല, എന്തെങ്കിലും തരുമോ? സത്യം. ഇങ്ങനെ ഒരു 100 പേര് വരും, ആർക്കും കൊടുക്കരുത്. അതിൽ ജെന്യൂൻ ആയിട്ടുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. ശരിക്കും ആരുടെങ്കിലും ഒക്കെ ഉണ്ടാവാം, 1-2 പേരൊക്കെ ഉണ്ടായേക്കാം. അടുത്തത് ഒരു വടക്കൻ വീരഗാഥ. സിനിമയുടെ തിയേറ്റർ എണ്ണം ഒന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്താണെങ്കിലും പ്രേക്ഷകർ അഭ്യർത്ഥന എണ്ണം ഒന്ന് കൂട്ടിയതാണ്, എണ്ണം കൂട്ടിയിട്ടുണ്ട്. 170 ഷോ മാത്രമേ ആദ്യത്തെ ദിവസം കളിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ GCCയിലും കേരളത്തിലും ഷോസ് എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൂക്കോട്ടുംപാടത്ത് വന്നു തോന്നുന്നുണ്ടോ? നോക്കണം. പിന്നെന്താ, നമ്മൾ ആഗ്രഹിച്ച സിനിമയായിരുന്നു കേട്ടോ കാണാൻ. തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ പ്രശ്നമുണ്ടേ, ശരിയായ രീതിയിൽ റിലീസ് ചെയ്യണ്ടേ, റിലീസ് ആണെങ്കിലും. ഓക്കെ, അടുത്ത കിഴി MMMN നയൻതാര ഓൺ ബോർഡ്, അറിയാലോ, ആള് ജോയിൻ ചെയ്തിട്ടുണ്ട് കൊച്ചി ഷെഡ്യൂളിൽ. ഓക്കെ, കൊച്ചി ഷെഡ്യൂൾ. ശരിയാ, കൊച്ചി ഷെഡ്യൂളാണല്ലോ ഞാൻ മറ്റേ ഇങ്ങോട്ട് പോയി, മുംബൈയിലും ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെയാണ്, മുംബൈയിലാണ്. ശരി. അടുത്തത് കാർത്തി 29. ഓക്കെ, തമിഴ്. യെസ്, തമിഴ് ഡയറക്ഷൻ, വടിവേലു പ്രധാന വേഷത്തിലുണ്ട്. ഡാർക്ക് ഗ്യാങ്സ്റ്റർ മൂവി ആയിരിക്കുന്നതാണ്. ഡാർക്ക് ഗ്യാങ്സ്റ്റർ എന്ന് പറയുമ്പോൾ ഏത് റേഞ്ചിലേക്ക് പോകും? ഡാർക്ക്, അതായത് KGF സലാറ് പോലെ. ആർക്കല്ല അവർ ഉദ്ദേശിച്ചത്, വേണമെങ്കിൽ കപ്സി പിടിച്ചോ. ആർക്കല്ല അവർ ഉദ്ദേശിച്ചത് ഈ തമിഴ്നാട്ടിലെ പക്ക എന്താ പറയാ മറ്റേ ക്രിമിനൽസ് ഇല്ലേ, ഭയങ്കര ആ ഒരു സാധനമായിരിക്കും ഡാർക്ക്. അല്ലാണ്ട് കറുപ്പ് കളർ അടിച്ചിട്ട് വെച്ചിട്ടുള്ള ഡാർക്ക് അല്ല, കരുവലിൽ മുങ്ങിയ രീതിയിലുള്ള ഡാർക്ക് അല്ല, ആ സാധനം അല്ല അവർ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അറിവ് നേടാം, ചോദിക്കും. അയ്യോ, ഇനിയിപ്പത് അറിയാഞ്ഞിട്ട് തന്നെ കരുതുവോ? എനിക്കറിയാട്ടാ, നമ്മളിങ്ങനെ കണ്ടന്റിനൊപ്പം നിന്ന് പോകുന്നുള്ളൂ. ഓക്കെ, അടുത്ത കിഴി ജനനായകൻ സിനിമയിൽ നമ്മുടെ ശ്രുതി ഹാസൻ ഓൺ ബോർഡായിട്ടുണ്ട്. ജനനായകൻ സംവിധാനം ചെയ്യുന്നത് ലോകേഷ് ആണോ? അല്ലല്ലോ, ജനനായകൻ ലോകേഷ് അല്ലേ? ശ്രുതി ഹാസൻ വന്നോണ്ടാണ്. കൊള്ളാം. അടുത്തത് ഡാർക്ക് കോമഡി. ഇത് ഡാർക്ക് കോമഡി അല്ല, അവിടെ നിന്നും വിട്ട് ആണോ? ചെറിയായിട്ടൊരു ഇതുണ്ടല്ലോ അതില്, കുറച്ച് മസാല കയറിയില്ലേ? ചെറുതല്ല, ഗോസിപ്പ് മസാല കയറിയില്ലേ? സോറി, നമുക്ക് സാധാരണ ഇല്ലാത്തൊരു സാധനമാണ് അത്, ഗോസിപ്പ്. തുടങ്ങിയത് അങ്ങനെയായിരുന്നു, മറക്കുന്നോ. അടുത്തത് തുടരും സിനിമയുടെ റിലീസ് മെയ് മാസം ഉണ്ടാവുന്ന കേൾക്കുന്നുണ്ട്. മെയ് 15 ആയിരിക്കും എന്നുള്ള റൂമറുകൾ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും OTT കച്ചവടം നടന്നിട്ടുണ്ട്. Disney+ Hotstar ആണ് എടുത്തിരിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. മറ്റേ ചേട്ടൻ വന്നിരുന്നു ഇന്നലെ പറഞ്ഞു, കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സിനിമകളും. കഥയും പറഞ്ഞോ? അതല്ല, സിനിമേന്റെ കഥ പറഞ്ഞു എന്നല്ല, മറ്റുള്ള സിനിമകളുടെ കാര്യങ്ങളും കൂടി പറഞ്ഞു, അങ്ങനെ കഥ പറഞ്ഞു എന്നാണ്. അതിന്റെ കൂടെ മൊത്തത്തിൽ ഇന്ന് ഡാർക്ക് അല്ലേ, ഫുള്ള് ഡാർക്കായിട്ട് പോട്ടെ. എന്താണെങ്കിലും അപ്പൊ തുടരും മെയ് മാസം നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്. അല്ല, സുരേഷ് ഏട്ടൻ പറഞ്ഞു കേട്ടില്ലേ, അതായത് 100 കോടി ഇതുവരെ ഷെയർ കയറിയിട്ടില്ല ഒന്നൊന്ന്. ഇവർ തള്ളുന്നത് മൊത്തം വെറും തള്ളാണെന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിനിമാക്കാരാണ് മലയാളത്തിൽ, നമുക്ക് മറ്റുള്ളത് പോട്ടെ, ഏത് മലയാള സിനിമയുടെ ഷെയറാണ് 100 കോടി നേടി എന്ന് പറഞ്ഞ് ആരെങ്കിലും തള്ളിയിട്ടുള്ളത്? ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഗ്രോസേ പറഞ്ഞിട്ടുള്ളൂ. ടോട്ടൽ ബിസിനസ് അതിനകത്ത് എല്ലാം പോടും. ഇത് നമുക്കൊക്കെ അറിയാം. ഇത് ഈ ആള് പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ തന്നെ ഞാൻ വേറെ എനിക്ക് ആള് പറഞ്ഞൊരു വീഡിയോ ഒക്കെ പുറത്തുനിന്ന് അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ മൊത്തം വായിച്ചിട്ട് ചിരിച്ചും മണ്ണൊക്കെ ഉണ്ട്.
ആള് ഒരു ചോദ്യം ചോദിക്കുമ്പോ ആള് മറുപടി കൊടുക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നും ചീത്ത വിളിക്കാൻ. ഈ കേരളത്തിലെ സാധാരണക്കാരായ അല്ലെങ്കിൽ സിനിമ പോയി കാണുന്ന ആൾക്കാരാണ് ഇവരൊക്കെ പൈസ എടുത്ത് കട്ടുകൊണ്ട് പോയത്, ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തിട്ടാ കാണുന്നുള്ള കാര്യമല്ല നമുക്കറിയാലോ. നമ്മള് അതായത് അവരുടെ സിനിമയുടെ കളക്ഷൻ 100 കോടി നേടി എന്ന് പറഞ്ഞ് നമ്മൾ തള്ളുന്നത് പോലെ ദേഷ്യപ്പെട്ടിട്ട്. അല്ല വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന പൈസയാണ്. അതെ, പ്രൊഡ്യൂസർക്ക് ഒന്ന് ടാക്സ് കഴിഞ്ഞ് പിന്നെ തിയേറ്റർ ഉടമകൾക്ക് കിട്ടുന്ന പൈസ കഴിഞ്ഞ് അതിന് ശേഷം വേണം എന്ത് കിട്ടാൻ, ഷെയർ കിട്ടാൻ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. വേറെ കുറേ പരിപാടികളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു വിഹിതമാണ് ആർക്ക്, പ്രൊഡ്യൂസർക്ക് ഉള്ളത്. അത് 100 കോടി നേടിയുള്ള ഏത് സിനിമയുള്ള ആരാ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ എനിക്ക് തോന്നുന്നു മറ്റേ തമിഴ് ഇൻഡസ്ട്രി പോലും ഇത്രയും ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അതെ, 100 കോടിയൊക്കെ കിട്ടുന്നുണ്ടാവും. അത് വമ്പൻ വലിയ സിനിമകൾക്കായിരിക്കും. അതെ, അല്ലാണ്ട് 100 കോടി ക്ലബിൽ കയറി എന്ന് പറയുന്ന സിനിമകളൊക്കെ 100 കോടി ഷെയർ കിട്ടിയിട്ടൊന്നല്ല. ഷെയർ അല്ലല്ലോ, അതിനകത്തും ഗ്രോസ്, വേൾഡ് വൈഡ് ഗ്രോസ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ടോട്ടൽ ബിസിനസ് ഇതേ അവർ കാണിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു ആൾക്കാരും വെറുതെ തള്ളി അങ്ങനെ ഷെയർ ഇത്ര കിട്ടി, 100 കോടി ഞങ്ങൾക്ക് ഷെയർ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാളും പറഞ്ഞ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്നിട്ട് ഇതിലൂടെ എന്താ സംഭവിച്ചെന്നറിയോ? അതായത് കുറച്ച് പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റി. അതായത് ഗ്രോസും ഷെയറും തമ്മിൽ ഒരു ശരിയായ രീതിയിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് അറിയാത്തവരുണ്ട്. അവരുടെ കണക്കൂട്ടലില് ഇതുവരെ ഒരു സിനിമ 100 കോടി നേടിയിട്ടില്ല എന്നുള്ള ലെവലിലായി. ചുരുക്കി പറഞ്ഞ കുറെ താരങ്ങളെ അവഹേളിച്ചു, തെറി വിളിക്കാനുള്ളൊരു അവസരമായിട്ട് കുറെ പേർക്ക് അത് കിട്ടി. അതാണ് നമുക്ക് മനസ്സിലായ കാര്യം കേട്ടോ. ഇന്നലെയൊക്കെ എല്ലാവരെയും, അതായത് ഈ 100 കോടി ക്ലബിൽ കയറി എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുള്ള ആൾക്കാരെ ഒക്കെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും അവരാരും പറഞ്ഞിട്ടില്ല ഗ്രോസ് ഷെയർ 100 കോടി കിട്ടിയിട്ടുണ്ടെന്ന്. അതാദ്യം ഒന്ന് മനസ്സിലാക്കുക. ഷെയറും ഗ്രോസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നല്ല ഡിഫറൻസ് ഉണ്ട്. അതെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലാണ്ട് ആള് പറഞ്ഞ പോലെ ആള് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വിട്ടു എന്നുള്ളതല്ല. അവർക്ക് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും, അതൊരു സത്യമാണ്. പിന്നെ ഇത്ര ശതമാനം എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കളക്ഷനേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, അത് തുടക്കത്തിലൊക്കെ ആദ്യമാണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസർക്ക് പോവുക. പിന്നീട് ഇത് കളിപ്പിക്കുന്നതിന് തിയേറ്റർ ഉടമകൾക്കാണ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടുന്നത്. വീക്കെൻഡ് കൂടുന്നതിനനുസരിച്ച് അവർക്കാണ് വിഹിതം കൂടുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ അവരുദ്ദേശിക്കുന്ന സംഭവം അത്രേ ഉള്ളൂ. ഒരു 10-25 കോടിയൊക്കെ ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് സത്യമാണ്. പക്ഷെ അതും നമ്മൾ മുടക്കിയ ബഡ്ജറ്റിനനുസരിച്ചാണ് അതിന്റെ ലാഭം നോക്കുമ്പോൾ കുറച്ചേ വരുള്ളൂ. ഒരു 35 കോടിയുടെ സിനിമയാണെങ്കിൽ ശരിക്കും 100 കോടി കിട്ടിക്കഴിഞ്ഞാൽ മേ ബി ഒരു 15-16 കോടി ആയിരിക്കും അതിന്റെ ലാഭം. അത് പറഞ്ഞതിനകത്ത് പറ്റിയ ഒരു ഫോൾട്ടായിട്ടാണ് നമുക്ക് തോന്നിയത്. അതായത് ഷെയർ കിട്ടിയെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, ആരും തള്ളിയിട്ടില്ല. 100 കോടി ഷെയർ കിട്ടിയിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ള വേൾഡ് വൈഡ് ഗ്രോസ് അല്ലെങ്കിൽ ടോട്ടൽ ബിസിനസ്. അതെ, അത് മാത്രമേ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഓക്കെ, എന്താണെങ്കിലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.